എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് 2 ദിവസമായല്ലേ. അനുമോൾ കപ്പടിച്ചു, അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. പക്ഷേ ബിഗ് ബോസിലെ കളികൾ അവസാനിച്ചെങ്കിലും പുറത്തുള്ള കളികൾ ഇനിയും കുറേ നാളോട് പോകും തോന്നുന്നു. ഇനിയും ബിഗ് ബോസിനെ സംബന്ധിച്ച വീഡിയോകൾ ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. PR വിവാദം അവസാനിക്കുന്നില്ല, എക്സ് കണ്ടസ്റ്റൻസിൻ്റെ അസൂയ അവസാനിക്കുന്നില്ല, അങ്ങനെ പോവുകയാണ്. ഇതിനിടയ്ക്ക് കൂടി കണ്ടൊരു കാഴ്ചയാണ്, അനുമോള് ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ PR-ന് 1 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു. അനുവിൻ്റെ PR എന്ന് പറയപ്പെടുന്ന വിനു വന്നിട്ട് പുറത്ത് പറയുന്നു, അനു എനിക്ക് 11,111 രൂപയെ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഗൂഗിൾ പേ റെക്കോർഡൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡായിട്ട് ഫീൽ ചെയ്തു. കാരണം വിനു ഒരു PR ആണ്, 11,112 രൂപയാണ് അനു കൊടുത്തെങ്കിൽ അനു അത് 1 ലക്ഷം രൂപയായിട്ട് അവിടെ പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ ഫ്ലോറിൽ, ഏഷ്യാനെറ്റിൻ്റെ ഇൻ്റർവ്യൂ പ്ലാറ്റ്ഫോമിൽ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ ലൈം ലൈറ്റിൽ ഇത് ചർച്ചയാവാൻ വേണ്ടി തന്നെ ആയിരിക്കാം ഇവരിൽ ഒരാൾ, ആരെന്ന് എനിക്കറിയില്ല, വിനു ആയാലും അനു ആയാലും ഇത് സംസാരിച്ചത്. ഗൂഗിൾ പേ വഴി ഈ ഒരു എമൗണ്ട് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ബാക്കി എമൗണ്ട് ക്യാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ മാത്രമേ ആ വിവരം നമുക്ക് അറിയത്തുള്ളൂ. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അനുവിന് കുക്കിംഗ് അറിയാമോ അറിയില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വിഷയം. ഈ വീഡിയോകളൊക്കെ കണ്ടു, കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അനുവിന് കുക്കിംഗ് അറിയാമോ ഇല്ലയോ എന്നുള്ളത് ബിഗ് ബോസ് ഷോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അനു കിച്ചണിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കുക്കിംഗ് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. അനു കുക്കിംഗ് അറിയുന്ന ഒരാൾ തന്നെ ആയിട്ടേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അനു കുക്ക് ചെയ്ത് കൊടുത്ത ഫുഡ് കഴിച്ച് എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഹൗസിനകത്ത്. അപ്പോൾ അനുവിന് കുക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച ആൾക്കാരല്ലേ മണ്ടന്മാർ, ശരിയല്ലേ? ഇപ്പോൾ ബിഗ് ബോസ് ഹൗസാണ്, അവിടെ ഏത് രീതിയിലും സർവൈവ് ചെയ്യേണ്ട ഒരു ഷോയാണ്. അവിടെ നുണ പറയാത്ത വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രീതിയിൽ കുഞ്ഞു നുണകൾ പറഞ്ഞാണ് അവിടെ സർവൈവ് ചെയ്ത് പോയിട്ടുള്ളത്. അനീഷ് പറഞ്ഞിട്ടില്ലേ, ബിഗ് ബോസ് ക്രൂ അനീഷിനെ 3 ദിവസം മുൻപാണ് ഷോയുടെ കാര്യം അറിയിച്ചത്, ഷോയിലേക്ക് ഇന്നായി എന്നുള്ള കാര്യം അറിയിച്ചത് എന്ന് അനീഷ് പറഞ്ഞില്ലേ? 12-15 ദിവസങ്ങൾക്ക് മുൻപ് അനീഷിനെ ഈ കാര്യം അറിയിച്ചു എന്ന് ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ അനീഷ് പറയുന്നുമുണ്ട്. അഞ്ജന നമ്പ്യാർ ചോദിച്ചപ്പോഴും അഞ്ജനയാണ് അനീഷിനെ വിളിച്ചതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ എല്ലാവരും കള്ളങ്ങൾ പറയുന്നുണ്ട്, കുഞ്ഞു കള്ളങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ പുറത്തുള്ള ഓഡിയൻസിൻ്റെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയായിരിക്കും. കുക്കിംഗ് അറിയില്ലെങ്കിലും ആ കുട്ടി അവിടെ കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് ഒരു അടുപ്പം കിട്ടാൻ വേണ്ടി ആയിരിക്കും. കാരണം അനു ഒരു റിയാലിറ്റി ഷോ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറിയ ഒരാളാണ്. അപ്പോൾ അനുവിന് അറിയാം ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്ന് അനുവിന് വ്യക്തമായിട്ട് അറിയാം. അനീഷിനെ സംബന്ധിച്ച് ശരിക്കും ഒരുപാട് ആൾക്കാർ, അനീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ടായിട്ടുണ്ട് അനീഷിന് കപ്പ് കിട്ടാത്തതിൽ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് അനീഷിന് കപ്പ് കിട്ടിയില്ല, എന്തുകൊണ്ട് അനുവിന് കിട്ടി. ബിഗ് ബോസ് സീസൺ കഴിയുന്നതിന് 2 ആഴ്ച മുൻപ് വരെ പല സമയത്തും അവിടെ വോട്ടിംഗ് ചാർട്ട് കാണിച്ചപ്പോൾ പല സമയത്തും അനുമോളെക്കാളും കൂടുതൽ വോട്ട് അനീഷിനുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അനീഷ് ബാക്കിലേക്ക് പോയെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, റീ എൻട്രി ചെയ്ത ആൾക്കാർ അവരുടെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്, ഞാൻ കഴിവുകേടെന്ന് പറയുന്നില്ല, അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് അനുമോൾ കപ്പടിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും അനുമോളുടെ PR ആയിട്ട് പ്രവർത്തിച്ചത് അവരായിരുന്നു. അവരുടെ ഹരാസ്മെൻറ്റും അവരുടെ ടോർച്ചറിങ്. ഇപ്പം ഞാൻ പോലും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചത് റീ എൻട്രിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ നെവിൻ ആ വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷമാണ്. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് അവിടെയാണ്. നെവിൻ ആ വെള്ളം എടുത്ത് ഒഴിച്ച് ആ ഒരു സമയം മുതലാണ് ഞാൻ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങിയത്. റീ എൻട്രി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ ഒന്നും സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ അവിടെ തോന്നി ഈ ഹരാസ് ചെയ്യുന്നവരുടെ മുന്നിൽ അനുമോൾ കപ്പും കൊണ്ട് നിൽക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഇതുപോലെ എത്രയോ ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ആ ചിന്തയാണ് അനുമോളെ കപ്പിന് അർഹയാക്കിയത്. കാര്യം അവിടെ അത്രയും സർവൈവ് ചെയ്തു. കള്ളങ്ങൾ പറയുന്നത് പോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം വിട്ടേക്കൂ. പക്ഷേ അതിനുശേഷം ഈ റീ എൻട്രി സമയത്ത്, ശരിക്കും റീ എൻട്രി ചെയ്ത ആൾക്കാർ ഉള്ളിൽ പോയിട്ട് അവരെ പാമ്പർ ചെയ്യേണ്ട സമയത്ത്, അല്ലെങ്കിൽ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് അവിടെ പോയി ഇവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ മുഴുവൻ, ഇവർ പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയ സൈബർ ബുള്ളിങ്ങും ഫ്രസ്ട്രേഷനും മുഴുവൻ അവിടെ കൊണ്ടങ്ങ് തീർത്തു. ഇനി അതിന് പ്രധാന കാരണം എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ബിൻസി ആയിക്കോട്ടെ, ശൈത്യ ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, ഇവർക്ക് എന്തുകൊണ്ടാണ് അനുമോളോട് ഇത്രയധികം ദേഷ്യം തോന്നാനുള്ള കാരണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അനുമോൾ PR കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് കരുതി മറ്റാർക്കും PR ഇല്ല എന്നവർ പറയുന്നില്ല. എല്ലാവർക്കും PR ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അനുമോളുടെ PR കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. അത് അനുമോളുടെ മിസ്റ്റേക്ക് ആണോ? അനുമോളുടെ PRന് പണി അറിയാം, അതുകൊണ്ട് അയാൾ കളിച്ചു, അല്ലെങ്കിൽ അയാൾ പ്രവർത്തിച്ചു, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി PR കൊണ്ട് മാത്രം ഒരാൾക്കും എവിടെ എത്താൻ പറ്റില്ല. അത് ഈ പറയുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, PR കൊണ്ട് മാത്രം എത്തില്ല. ലക്ഷ്മി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, PR ഉണ്ടെങ്കിൽ കാര്യമില്ല, അവിടെ കണ്ടന്റ് കൊടുക്കാൻ പറ്റണം. അനു അവിടെ കോണ്ടന്റ് കൊടുത്തു. ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം. അനു കോണ്ടന്റ് കൊടുത്തു, അനീഷും കോണ്ടന്റ് കൊടുത്തു.
പക്ഷേ അനുവിൻ്റെ കോണ്ടന്റ് കുറച്ചുകൂടെ അധികം പബ്ലിക്കിലേക്ക് ഇറങ്ങി. ഇനി പി ആർ എന്ന് പറയുന്നത് എന്താണ്? ലൈവിൽ കാണിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ്, ലൈവിൽ കാണിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എപ്പിസോഡിൽ കാണിക്കത്തില്ല. ചാനലിന് ആവശ്യമുള്ള സാധനം മാത്രമേ അവർ എയർ ചെയ്യത്തുള്ളൂ. പക്ഷേ ലൈവിൽ ഇപ്പോൾ ഞാനൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ എനിക്ക് ഫേവറായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിൽ ഇത് ലൈവിൽ നിന്നെടുത്ത് ഓഡിയൻസിനിടയിലേക്ക് സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്യുന്നതാണ് പി ആറിൻ്റെ ജോലി. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരിക. അപ്പോൾ അതിനു വേണ്ടി ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ കാശ് കൊടുത്ത് ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് പി ആർ പ്രവർത്തിക്കുന്നത്. അതായത് പെയ്ഡ് പി ആർ അല്ലെങ്കിൽ അൺപെയ്ഡ് പി ആർ. ഈ അൺപെയ്ഡ് പി ആർ ആണ് നമ്മുടെ ഈ സുഹൃത്തുക്കളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ചെയ്യുന്നത്. സൈബർ ബുള്ളിങ് എന്തുകൊണ്ട് ഉണ്ടാവുന്നു? അത് ഈ പി ആർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്. ഫേസ്ബുക്കിൽ ഇപ്പോൾ വെറുതെ ഒരു ഫോട്ടോ, ഒരു സ്ത്രീ വെറുതെ ഒരു ഫോട്ടോ ഇട്ടു, ഒരു ആക്ട്രസ് വെറുതെ ഒരു ഫോട്ടോ ഇട്ടു, അതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് കാണണം. അത് ആരുടെ പി ആർ ആണ്? ആ സ്ത്രീയെ ബുള്ളി ചെയ്തുകൊണ്ടുള്ള കമൻറ്റുകൾ, അത് ആരുടെ പി ആർ ആണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ബിഗ് ബോസ് പോലുള്ള ഷോയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അതിനകത്ത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്കെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യും. അതൊരിക്കലും പി ആറിൻ്റെ ഭാഗത്ത് നല്ല വരുന്നത്. പി ആറിന് ഒരു പരിധിവരെ മാത്രമേ പി ആറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരാളെ ജയിപ്പിക്കാനൊന്നും പി ആറിനെ കൊണ്ട് പറ്റില്ല. വോട്ട് മറിക്കാൻ എത്ര വോട്ട് മറിക്കും? ആ വോട്ടിംഗ് ചാർട്ട് കണ്ടാൽ അറിയാൻ പറ്റും എത്രമാത്രം അനുമോൾ മുന്നിട്ട് നിന്നു മറ്റുള്ളവരിൽ നിന്ന്, എത്രമാത്രം അനീഷ് മുന്നിട്ട് നിന്നു മറ്റുള്ളവരിൽ നിന്ന്, എത്രമാത്രം ഷാനവാസ് മുന്നിട്ട് നിന്നു മറ്റുള്ളവരിൽ നിന്ന്. നൂറ, അത്യാവശ്യം നൂറയ്ക്കും ആതിരയ്ക്കൊക്കെ നല്ല വോട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. പക്ഷേ അവരെപ്പോഴാണ് നെഗറ്റീവ് ആയത്? എപ്പോഴാണോ അവർ തൻ്റെ ഫ്രണ്ടിനെ പുറകിൽ നിന്ന് കുത്തി തുടങ്ങിയത്? കുത്തിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശൈത്യ ആയിക്കോട്ടെ, ആദില നൂറ, ഇവരുടെ ഭാഗത്ത് നിന്ന് എല്ലാം മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ആദില നൂറ ഞാൻ അവരുടെ തെറ്റ് പറയുന്നില്ല. കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, ഒരുപാട് കഷ്ടപ്പെട്ട്, എനിക്കൊരു സമയത്ത് അവരുടെ ദേഷ്യം തോന്നി, ഇവരെന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിച്ചു. പക്ഷേ അവരുടെ ഈ പറയുന്ന റിലേഷനിലായതിനു ശേഷം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്നല്ലോ. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഞാനൊരു ഫാക്ട്, എനിക്ക് തോന്നിയൊരു ഫാക്ട് പറയുന്നതാണ്. അവർ വിശ്വസിച്ചവരെല്ലാവരും അവരെ ചീറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്നറിയാത്തൊരവസ്ഥ വരും. ഇപ്പോൾ അനുമോൾ അവരുടെ കൂടെ അകത്തുണ്ടെങ്കിൽ പോലും പുറത്തുനിന്ന് വരുന്നവർ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വരുന്നു എന്ന ധാരണ അവരുടെ മനസ്സിലേക്ക് വന്നു. ഈ റീഎൻട്രി ചെയ്ത ആൾക്കാർ ഇവരുടെ അടുത്ത് പോയിട്ട് അനുമോളെക്കുറിച്ച് കുറ്റം പറഞ്ഞു, മോശം പറഞ്ഞു, അനുമോളെ അവിടെ ഇവരുടെ മുന്നിൽ നെഗറ്റീവാക്കി മാറ്റി. ഒബ്വിയസ്ലി അവർ നെഗറ്റീവായി, അവരും അനുമോൾക്കെതിരെ തിരിഞ്ഞു. ഇതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഇത് അനുമോളുടെ ഫാൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ജനങ്ങൾക്കായിക്കോട്ടെ ഇവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ആർക്കും പറ്റില്ല. അതിപ്പോൾ എനിക്കായാലും പറ്റില്ല. സ്വാഭാവികമായിട്ടും അവിടെ വോട്ട് മാറി. അതോടൊപ്പം ഈ ബിൻസിയും ശൈത്യയും കൂടി അനുമോളെ കയറിയങ്ങും ഹെറാസ് ചെയ്തത്, എന്തൊക്കെയാണ് സംസാരിച്ചത്, എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. നമുക്ക് ബിൻസിയുടെ ഒരു വീഡിയോ കാണാം. ബിൻസി ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് എന്താണ് ലോജിക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശൈത്യ സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ ആദില നൂറ സംസാരിച്ചിട്ടുണ്ട്. ആദില നൂറയും ശൈത്യയൊക്കെ വന്നത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം. അനു അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അനുവും ഷാനവാസും ആ വീട്ടിൽ പറഞ്ഞതിന്റെ പേരിലാണ് പുറത്ത് ഞാൻ കുറെ സൈബർ ബുള്ളിങ് നേരിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം ഇപ്പോൾ അപ്പാനി ബിൻസി വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പാനി ബിൻസി വിഷയം ഹൗസിനകത്ത് സ്പ്രെഡ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പാനി ബിൻസി വിഷയം ഹൗസിനുള്ളിൽ സ്പ്രെഡ് ചെയ്യുന്നത് ശൈത്യയാണ്. അനു അവിടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഷാനവാസിനോട് ശൈത്യ അത് പറയുമ്പോൾ അനു കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അനുവിന് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ്. ആ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബിൻസി എവിക്റ്റ് ആയതിനു ശേഷം അപ്പാനി ആയിട്ടുള്ള ഒരു സ്ട്രഗിളിനിടയ്ക്ക് നീ കാരണം ഇവിടുന്ന് ഒരു പെങ്കൊച്ച് എവിക്റ്റായി പോയി എന്നൊരു വാക്ക് അനു ഉപയോഗിച്ചു. അതൊരു തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ശൈത്യം മാത്രമല്ല അവിടെ പ്രതിയായിട്ടുള്ളത്, ജിസേലായിക്കോട്ടെ, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്നാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിതെല്ലാം കണ്ടതാണ്. ഒരുമിച്ചിരുന്നാണ് സംസാരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരാളെ മാത്രം എങ്ങനെ പ്രതിയാവും? ഇവിടെ ബിൻസി, എനിക്ക് തോന്നുന്ന കാര്യം, ബിൻസി എപ്പിസോഡ് കണ്ടിട്ടില്ല. ഒരു എപ്പിസോഡ് പോലും ബിൻസി കണ്ടിട്ടില്ല. ബിൻസി കണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യില്ല. ഇപ്പോഴും ബിൻസി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ പോലും ബിൻസി എപ്പിസോഡ് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരാരും തന്നെ, ശൈത്യ ആയിക്കോട്ടെ, ബിൻസി ആയിക്കോട്ടെ, ശാരിക ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, ഇവരാരും തന്നെ എപ്പിസോഡ് കണ്ടില്ല. ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോസും സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമൻസും വെച്ചിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. അങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടായിരുന്നു പോയിരുന്നെങ്കിൽ ഇവരൊരിക്കലും അനുവിനോട് അങ്ങനെ പെരുമാറില്ല. സ്വാഭാവികമായിട്ടും അനീഷിന് വോട്ട് മാറും, അനീഷ് ജയിക്കുമായിരുന്നു. ഇവർ നശിപ്പിച്ചത് അനീഷിന് കിട്ടേണ്ട കപ്പിൻ്റെ സാധ്യതയാണ്. ഒരു മൊമെൻറ്റിൽ ഞാൻ വരെ ചിന്തിച്ചു അനീഷ് കപ്പടിക്കും. അതിനിടയിൽ കൂടിയാണ് ഇവർ തൊപ്പീനെ ഇറക്കിയത്. അത് ഏത് വഴി കൂടെ വന്നതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ തൊപ്പീനെ കൊണ്ട് വോട്ട് ചോദിക്കുന്നു, എപ്പിസോഡ് പോലും കാണാത്ത തൊപ്പി, അവനെ കൊണ്ട് വോട്ട് ചോദിക്കുന്നു. അങ്ങനൊരു കളി അവിടെ നടക്കുന്നു. അപ്പോൾ വിചാരിച്ചു അനീഷ് കപ്പ് ഉറപ്പിച്ചു. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ അവിടെ ഒരു സൈഡിൽ ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ജനങ്ങളുണ്ട് എന്ന് ആരും ചിന്തിക്കുന്നില്ല. ജനങ്ങളുടെ മനസ്സിനെ ടച്ച് ചെയ്യാനായിട്ട് അനുമോൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് അനുവിന് വോട്ട് കൂടുതൽ കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ശൈത്യ പറയുന്നു, നിൻ്റെ പി ആർ എന്നെ പുറത്ത് കുറേ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ അനുവിൻ്റെ പി ആർ ആണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്താ ഉറപ്പ്?
അനുവിൻ്റെ പേര് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അനുവിൻ്റെ മറ്റെന്തെങ്കിലും ഐഡൻറ്റിറ്റി പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? ഇപ്പോൾ ശൈത്യയെ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അനുവിൻ്റെ ഫാൻസ് ആയിരിക്കും, അത് PR ആവണമെന്നില്ല. അനുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അത് ഇന്നോ ഇന്നലെ ആ കുട്ടി ഉണ്ടാക്കിയെടുത്തതല്ല. ശൈത്യ അനുവിനോട് ചെയ്ത ആ ഒരു പ്രവൃത്തി, അനുവിന് ആരിനുമായിട്ട് ലവ് ട്രാക്ക് ഉണ്ടെന്നുള്ളത് ശൈത്യ പോയിട്ട് അപ്പാനിയോടും ബിന്നിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സർക്കിളിൽ പറയുന്നുണ്ടായിരുന്നു. അതേ ശൈത്യ പറയുന്നു ഞാൻ അനുവിനെ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല എന്ന്. ചെയ്ത കാര്യങ്ങൾ മറന്നുപോയതുകൊണ്ടായിരിക്കാം, നമുക്കറിയില്ല. ബിൻസിക്ക് പറയാനുള്ള ബാക്കി നമുക്ക് നോക്കാം. ശേഷം ഇപ്പൊ അതിന് മുന്നേ പലരും സംസാരിച്ച വീഡിയോസ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് അതാണ് പറഞ്ഞത്. അപ്പാനിയുടെ ഓൾറെഡി ഇവര് ശൈത്യയും നമ്മുടെ ആദില നൂറൊക്കെ കൺഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അനു അതുപോലെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അനു അംഗീകരിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? അപ്പാനി അവിടെ എവിക്റ്റ് ആവുന്ന സമയത്ത് അനു അപ്പാനിയുടെ കാല് പിടിച്ച് സോറി പറഞ്ഞു, എനിക്ക് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട്. ഇത് ബിൻസി കണ്ടിട്ടില്ല, അവിടെയാണ് പ്രശ്നം. ഇവർ എപ്പിസോഡ് കാണാതെ വന്നിട്ട് അങ്ങോട്ട് അലക്കാണ്. ഇനി ബിൻസിക്ക് എന്തോ ക്ലാരിറ്റി കിട്ടിയില്ല. ഇപ്പൊ ശരിക്കും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് പറയുന്നുണ്ട്, നോക്കാം. പരസ്യമായിട്ടാണല്ലോ പറഞ്ഞത്. എങ്ങനെയുണ്ട് ഈ ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അതായത് ആരുടെയെങ്കിലും ഒരാളെ നമ്മളൊന്ന് ഫേവർ ചെയ്ത് സംസാരിച്ചാൽ ഉടനെ ചോദിക്കും, നീ അവളുടെ PR അല്ലേ, നീ അവന്റെ PR അല്ലേ? അത് മര്യാദയുള്ളൊരു കാര്യമല്ല കേട്ടോ. നിങ്ങളുടെ തെറ്റ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എവിക്റ്റായി, നിങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയം സമ്മതിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരാൾ ജയിച്ചപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയൊരു കാര്യം, ഞാൻ ശൈത്യയുടെ ഫേസാണ്. അനുവിൻ്റെ കൈ പിടിച്ച് ലാലേട്ടൻ പൊക്കിയ സമയത്ത് ശൈത്യയുടെ ഫേസ് കാണണം. ഇമാതിരി ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. അതും സുഹൃത്താണ്, ഞാനൊരു സുഹൃത്താണെന്ന് നാഴേക്ക് 100 വട്ടം പറയുന്ന ഒരാൾ, അയാളുടെ ഫേസ് പോയി കാണണം. അതേസമയം ലക്ഷ്മി, മസ്താനി, പ്രവീൺ, ജിഷ്ണ്, ജിസൈൽ, ആര്യൻ, ഇവരൊക്കെ എന്ത് ഹാപ്പിയായിട്ട് നിന്നു അവിടെ. ലക്ഷ്മിയുടെയും മസ്താനിയുടെ ഒക്കെ ഫേസ് കാണണം. അവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനു ജയിക്കണമെന്ന് പറഞ്ഞിട്ട്. അനുവിൻ്റെ കൈ പിടിച്ച് വരുന്നപ്പോൾ അവരുടെ ഒരു എൻജോയ്മെൻറ്റ് കാണുമായിരുന്നു. അതാണ് റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് വായി കൊണ്ട് ഞാൻ നിൻ്റെ ഫ്രണ്ട്സാണ്, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ആ ബെസ്റ്റ് ഫ്രണ്ടാണ് പോയി നിന്നിട്ട് എല്ലാവരുടെയും കൂടെ നിന്ന് കൂട്ടവിചാരണ ചെയ്തത്. പുറത്ത് ബുള്ളിങ് ആണെന്നും പറഞ്ഞിട്ട്. പുറത്ത് ബുള്ളിങ് ആണെങ്കിൽ അകത്തിരുന്ന് ആ കുട്ടി എന്താ ചെയ്യേണ്ടത്? ശൈത്യയെക്കുറിച്ച് മോശമായിട്ട് അനു എവിടെയും പറഞ്ഞിട്ടില്ല. ഒരാളോട് പോലും ശൈത്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ശൈത്യയ്ക്ക് പുറത്ത് സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശൈത്യയ്ക്കെതിരെ മോശമായിട്ട് കമൻറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് ശൈത്യയുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ്. നമുക്ക് ശൈത്യയുടെ ഒരു വീഡിയോ ഉണ്ട്, അതുകൊണ്ടൊന്ന് കണ്ടുപോകാം. അതിനകത്ത് ശൈത്യ ഒരു കള്ളം പറയുന്നുണ്ട്, കേട്ടോക്കാം. എല്ലാവർക്കും PR ഉണ്ടാവും. PR ഇല്ല എന്ന് പറയുന്നത് അത്ര ഇതല്ല, പക്ഷെ എല്ലാവർക്കും PR ഉണ്ടാവേ. തുടക്കത്തില് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്ന കാര്യമില്ലല്ലോ. എനിക്കോ? ഇല്ലില്ല. ശൈത്യക്ക് PR ഉണ്ടായിരുന്നോ? എനിക്കോ? ഇല്ലില്ല. ഇതേ ശൈത്യ തന്നെയല്ലേ എപ്പിസോഡിനകത്ത് പറഞ്ഞത്, നിന്റെ PR ആണ് എൻ്റെ PR, അവൻ എൻ്റെ അച്ഛൻ്റെ ലക്ഷങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞത് ശൈത്യ തന്നെയല്ലേ? അപ്പോൾ കള്ളങ്ങൾ, കൊച്ചു കൊച്ചു കള്ളങ്ങൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം അയാൾ കപ്പടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു PR-ന്റെ ഈ പറയുന്ന കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നത് കപ്പ് കിട്ടാത്ത ആളുകളുടെ, അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അനുമോൾക്ക് കപ്പ് കിട്ടി. സോ അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് ജനങ്ങളല്ല. അനുവിൻ്റെ ഒപ്പം കണ്ടസ്റ്റൻസ് ആയിട്ടിരുന്ന അപ്പാനി, ശൈത്യ, ബിൻസി, ശാരിക, സരിക, ഈ 5 പേരാണ് ആദ്യം അതൊന്ന് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സരികയുടെ ഒക്കെ ഫേസ് കാണണമായിരുന്നു, ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. എനിവേ, അനുവിന് ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ പറയുക. നിങ്ങൾ എന്തായാലും ബിഗ് ബോസിൻ്റെ ആ ഒരു ഫൈനൽ എപ്പിസോഡ് കണ്ടതാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എഴുതിയിടുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.